നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു ക്യാപ്സികത്തിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ക്യാപ്സികം മസാലയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാപ്സികം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും, പിന്നെ ഒരു സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതും, കുറച്ച് കടല നല്ലതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവില്ലാത്ത ഒരു സ്പൂൺ മുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മുടെ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമ്മി കൊടുക്കാം. നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്ക് അല്പസമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയത് മാറ്റി വയ്ക്കാവുന്നതാണ്. ചൂടായ പാനിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്നതായ ക്യാപ്സികത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിക്കേണ്ടത്. ഒരു 2 മിനിറ്റിന് ശേഷം വീണ്ടും അടപ്പ് തുറന്ന് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല രീതിക്ക് ഇതൊന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് അല്പം വെള്ളം ഇതുപോലെ കുടഞ്ഞു കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ട് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കട്ടിയ തൈരാണ്. നല്ല പുളിപ്പില്ലാത്ത തൈരും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. ചോറിനൊക്കെ നമുക്ക് ഈ ഒറ്റൊരു കറി മാത്രം മതി കേട്ടോ. നല്ല രീതിക്ക് കുഴച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളല്ലാണ്ട് തന്നെ തുറന്ന് വെച്ച് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയിൽ കാണുന്നവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.